കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. സമരം നടത്തുന്ന ഒരു ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്നുള്ളത് മുന്നേറുന്നതിന് ഏറെ നിർണായകമായിരിക്കുന്ന സമയത്ത് ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, കഴിഞ്ഞ ദിവസങ്ങളിലായി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിലും ഇന്നലെ എ കെ ആന്റണിയെ കാണാനും ഒക്കെ ആര്യാടൻ ഷൗക്കത്ത് പോയിരുന്നു. ഇപ്പോൾ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കോൺഗ്രസ് നേതാവിനെ കാണാനും കൂടെ പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, പത്രികാ സമർപ്പണത്തിന് മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അദ്ദേഹം ആദരവ് അർപ്പിക്കുകയാണ്. ഇന്നലെ എ കെ ആന്റണിയെ സന്ദർശിച്ച ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവായിരുന്ന കോൺഗ്രസിന്റെ ഇക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയും ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോൾ ജില്ലയിലെ UDF നേതാക്കൾക്കൊപ്പം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായാണ് സ്ഥാനാർത്ഥി തൃശ്ശൂരിലേക്കും എത്തിയത്. തൃശ്ശൂരിലെ പൂങ്കുന്നത്ത് മുരളി മന്ദിരത്തിലുള്ള കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലാണ് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്നത്. അതിനുശേഷം നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കും. 11 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടാകും. ഏതായാലും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ ആദരവ് പൂർത്തീകരിച്ചുകൊണ്ട് ഷൗക്കത്ത് തിരികെ മടങ്ങുകയാണ്. അല്പസമയങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളുമായി അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. കരുത്തനായ സ്ഥാനാർത്ഥി എതിർവശത്തെത്തിയതോടുകൂടി നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം തന്നെയാകും ഉണ്ടാകുക ഇന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുപക്ഷെ അല്പം മുന്നിൽ നിന്ന് നയിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. മന്ദിരമായിട്ട് നേരെ നിലമ്പൂരിലേക്കാണ്. ലീഡറുടെ ഓർമ്മകളിൽ തുടങ്ങുകയാണ്. ഒരു വൈകാരിക ഘട്ടം തന്നെയാണ് മുരളി മന്ദിരം. സ്വാഭാവികമായിട്ടും തങ്ങളുടെ പിതാവുമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷേ അവിടെ എത്തിയാണ് തുടങ്ങുന്നത് അല്ലേ? പറയട്ടെ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുസ്സഹവും ദുരിതപൂർണമായ ഭരണം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുകയാണ്. ആ തുടക്കം ഇന്നത്തെ ദിവസത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത, ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ്. നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത്, എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് ഈ പ്രഭാതത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ കോൺഗ്രസ്സാക്കി മാറ്റിയ 9 MLA-മാരിൽ നിന്ന് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ കരുണാകരൻ സാറിൻ്റെ
കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന ഒളിമങ്ങാത്ത ഓർമ്മകൾ അത് ഇപ്പോഴും ഒരു കരുത്തും ശക്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജ്ജമായി മാറുകയാണ്. ലീഡർ കെ കരുണാകരൻ കരുണാകരൻ സാർ നിലമ്പൂരിൽ വന്ന് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഞാനിതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ധീരമായ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്ന് നിലമ്പൂരിൽ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിനുണ്ട് എന്ന് കൂടി വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഊർജം ഇവിടെ നിന്ന് ലഭിക്കുന്നു. എന്തായാലും ഇന്ന് ഈ നാമനിർദ്ദേശക പത്രികാ സമർപ്പണം രാവിലെ 11:20 നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നിൽക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും അനുഗ്രഹവും ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. എന്നും ഈ നാടിനു വേണ്ടി, കേരളത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ, പ്രത്യേകിച്ചും അതിസാധാരണക്കാരന് വേണ്ടി കൂടെ നിൽക്കാൻ എൻ്റെ പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ഞാനുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എം സ്വരാജ് എതിർ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി എങ്ങനെ കാണുന്നു? മത്സരം നിലമ്പൂരിൽ കടുത്തു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ്. നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു. അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല, ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കാൻ പോകുന്നത്. എന്താണ് അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല. എങ്കിലും ഒരു സംസ്ഥാനത്തെ സ്വരാജൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതൊക്കെയാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. 3-4 ദിവസം മുൻപൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണ വീട്ടിൽ വെച്ച്. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. 1967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിലാകെ 2 പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു. എന്തുകൊണ്ടാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ്, സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. എന്താണതിന് കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും UDFും തയ്യാറായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. അൻവറുമായി ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും അൻവർ ചർച്ച നടത്തുന്നതൊക്കെ എൻ്റെ നേതാക്കന്മാരുമായിട്ടാണ്, UDF നേതാക്കന്മാരുമായിട്ടാണ്. അവരാ കാര്യങ്ങളിൽ അവരാണ് പ്രതികരിക്കേണ്ട അൻവറിന്റെ വിഷയകാര്യം. സ്വരാജിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എത്തുന്നു, മറുതലക്കലിൽ അൻവർ അടഞ്ഞു തന്നെ തുടരുകയാണ്. ആശങ്കയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം വർദ്ധിക്കും. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മറ്റൊരു പല സ്ഥാനാർത്ഥികളെയും ശ്രമിച്ചിരുന്നു അവർ. അൻവർ അടഞ്ഞു നിന്നാലും കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുന്നത് അൻവർ അടഞ്ഞു നിന്നാൽ അൻവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ പാർട്ടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അൻവറുമായി ഞാൻ അൻവർ ഇടഞ്ഞു നിന്നാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്ക്രോളിങ് അങ്ങനെ കൊടുക്കും, അൻവർ ഇടഞ്ഞു നിന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുകയാണ്. അങ്ങനെ ചോദിച്ചതിന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ആര് എതിർത്താലും, ഇപ്പം നിങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഭയങ്കര മത്സരം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്.
അത് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ജയിക്കുക. എൻ്റെ പിതാവിന് ലഭിച്ച ഒരു വലിയ ഭൂരിപക്ഷത്തോടൊപ്പം എത്തണമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ ഭൂരിപക്ഷത്തിനൊരു ചരിത്ര വിജയം, തൃക്കാക്കര നിങ്ങൾ കണ്ട വിജയം, പാലക്കാട് നിങ്ങൾ കണ്ട വിജയം, പുതുപ്പള്ളിയിൽ നിങ്ങൾ കണ്ട വിജയം, അതുപോലെ ഒരു ചരിത്ര വിജയം നേടാൻ ഇന്ന് നിലമ്പൂരിന് സാധിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ. CPM-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിച്ചതാണോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടാക്കിയത്? ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? അത് CPM കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. മികച്ച വിജയത്തിൽ നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്.